സ്വർണ്ണവിലയുടെയൊക്കെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ഈ പണിക്കൂലിയാണെന്ന് പറയുന്നത് കേട്ടു. ഇപ്പം അൽ മുക്താദിർ എന്ന് പറയുന്ന ഒരു പുതിയ ജ്വല്ലറി ഗ്രൂപ്പ് വന്നപ്പോൾ 0% പണിക്കൂലി. ഹലാൽ ജ്വല്ലറി അല്ലേ? അതെ. അപ്പം സ്വർണ്ണത്തിന് ഭയങ്കര വിലക്കുറവാണെന്നൊക്കെയാണ് കേട്ടിരുന്നത്, ആളുകൾ ധരിച്ചത്. പണിക്കൂലിയില്ല, പണിക്കുറവുമില്ല എന്ന് പറയുന്ന പോലെ പണിക്കൂലിയില്ല, പണി കുറവുമില്ല ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ എന്ന് പറയാറുണ്ട്. ഏതായാലും ഈ ജ്വല്ലറി മുങ്ങി എന്നൊരു കഥ പരക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ജ്വല്ലറിയെ ശ്രദ്ധിക്കാനുള്ള കാരണം, ഒന്ന്, ഇവർ ഹലാൽ സ്വർണ്ണമാണ് വിൽക്കുന്നത് പറഞ്ഞു. സ്വർണ്ണത്തിന് എങ്ങനെയാണ് ഹലാൽ എന്ന് എനിക്കറിയില്ല. കാരണം വിശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കുന്ന സ്വർണ്ണം കുഴിച്ചെടുക്കുന്നതൊക്കെ മണ്ണിനടിയുന്ന എല്ലാ ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അത് വന്നിട്ട് ഒരേപോലെയാണ് ഉരുക്കുന്നത്, ഒരേപോലെയാണ് പണിയുന്നത്. അതിനകത്ത് ഹലാൽ എവിടെ കൊണ്ട് കയറ്റി എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചില തൊപ്പിക്കാരൊക്കെ വന്നിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. ഒരു പരസ്യം കൂടെ കണ്ടു, ഹിന്ദുക്കൾക്ക് താല്പര്യമുള്ള ചില പ്രത്യേക ആഭരണങ്ങളില്ലേ, അതൊന്നും ഇവിടെ കിട്ടത്തില്ല എന്നും ഒരു കാലത്ത് പരസ്യം കണ്ടിരുന്നു. അങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സ്വർണം വിൽക്കുന്നത് ഹലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പാവപ്പെട്ട മുസ്ലിങ്ങൾ വിശ്വസിച്ച ഞങ്ങളുടെ സ്ഥാപനം, ഇപ്പം ഈ ഹലാൽ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ ഹലാൽ സ്വർണം വിൽക്കുന്ന സ്ഥാപനം എന്നൊക്കെ കരുതി ഒരുപാട് പേര് ചെന്നു. അവർക്ക് വലിയ തിരിച്ചടി കിട്ടിയെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇവർ ഈ ജ്വല്ലറി ആയിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ മാന്യമായി വളരെ വിശ്വാസ്യതയോടെ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഭീമയുണ്ട്, ചുങ്കത്തുണ്ട്, മലബാറുണ്ട്, അല്ലേ, കല്യാണുണ്ട്. ഇങ്ങനെ ആളുകളുടെ ഒരു ക്രെഡിബിലിറ്റി, വർഷങ്ങളായി സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന, അവിടെ ചെന്ന് മേടിച്ചാൽ സ്വർണ്ണത്തിന് മാറ്റമുണ്ടാവും, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കൊടുക്കാവുന്ന വിശ്വസനീയമായ സ്ഥാപനങ്ങൾ എന്ന് കരുതുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവർക്കൊക്കെ വെല്ലുവിളി പോലെ പെട്ടെന്ന് കേരളത്തിൽ 100 കണക്കിന് ശാഖകളൊക്കെ ആയിട്ട് ഒരു ജ്വല്ലറി വരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഇവർ പണിക്കൂലി ഇല്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നു. അപ്പോൾ മറ്റ് ജ്വല്ലറികളും ഈ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയൊക്കെ പ്രതിഷേധമായിട്ട് വന്നു. അവർ പറഞ്ഞു, ഇത് ശരിയാവത്തില്ല, തട്ടിപ്പാണ്, ഇങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഘടന, സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന പരസ്യമായി വന്നപ്പോൾ ഈ ജ്വല്ലറിക്കാരൻ എന്തെന്നറിയാം, ഒരു പുതിയ സംഘടനയും കൊണ്ടാക്കി. അദ്ദേഹം തന്നെ ഒരു സംഘടനയുടെ നേതാവും മുതലാളിയൊക്കെ ആയിട്ട് വന്നു. പിന്നെ പത്രങ്ങളിൽ ജാക്കറ്റ് പരസ്യം, ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ പത്രത്തിൻ്റെ ആദ്യത്തെ പേജ്, മലയാളത്തിലെ ഏറ്റവും പ്രചാരം കൂടിയ പത്രങ്ങളിൽ ഒരു ജാക്കറ്റ് പരസ്യം കൊടുക്കാൻ ഏറ്റവും ചുരുങ്ങിയത് കൂടി 1 കോടി രൂപയാവും. 1 കോടി രൂപ എടുത്ത ആകും. അത് കുറഞ്ഞു പോയേ ഉള്ളൂ. അപ്പോൾ കോവിഡിന് ശേഷം മുമ്പുള്ള റേറ്റാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാവുന്ന റേറ്റാണ്. പിന്നെ നെഗോഷിയേറ്റ് ചെയ്ത് ചില ചെറിയ ഇളവൊക്കെ കൊടുക്കും, ഏജൻസി കമ്മീഷനൊക്കെ കുറച്ചൊക്കെ കൊടുക്കും. എന്നാൽ പോലും 1 കോടിക്കടുത്ത് വരും പരസ്യം. അങ്ങനെ ചില ദിവസങ്ങളിൽ മാസത്തിൽ 2-3 പരസ്യങ്ങൾ വരാറുള്ളത്. അങ്ങനെ വലിയ തോതിൽ പരസ്യങ്ങളൊക്കെ ചെയ്ത ഈ അൽ മുക്താദിർ ജ്വല്ലറി ഇടപാടുകാരെ വഞ്ചിച്ച് മുങ്ങി എന്നുള്ള ഒരു വാർത്ത, പരസ്യം വളരെ പ്രചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി ഇടപെടുകയും അന്വേഷിച്ച് പല കാര്യങ്ങളുടെയും വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇത് സംഭവത്തിൻ്റെ പിന്നാലെ പോയി വളരെ ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി നടത്തി ഒരു പോസ്റ്റ് തയ്യാറാക്കിയിരിക്കെ നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിച്ച് നമ്മുടെ പ്രശ്നമായിട്ട് പറയേണ്ട കാര്യം, നമ്മൾ അന്വേഷിച്ച കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ അത് പറയുന്നതിനേക്കാളും ഫലപ്രദമായ ഓൾറെഡി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഏറ്റെടുത്ത് പറയുകയാണെന്ന് പലർക്കും തോന്നും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് തന്നെ വായിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ ഭാസ്കരൻ നായർ അജയൻ എന്ന പ്രൊഫൈലിൽ നിന്നുള്ള പോസ്റ്റ് വായിക്കാം. അദ്ദേഹം തുടങ്ങുന്ന വളരെ തമാശയോടാണ്. ആഹാ, ഇഞ്ചി മുട്ടായി മുങ്ങി, UN അവാർഡ് വിലയ്ക്ക് വാങ്ങി നാട്ടുകാരെ പറ്റിച്ച അൽ മുക്താദിർ അണ്ണൻ മുങ്ങി എന്ന് സംശയം. അപ്പോൾ ഒരു UN അവാർഡൊക്കെ കിട്ടി. അതെ, ഈ അടുത്ത സമയത്ത് 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ മുൻ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾ നൽകി മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വൻതോതിൽ പണം തട്ടിയെടുത്തെന്നാണ് അൽ മുക്താദിർ ഗ്രൂപ്പിനെതിരെ ഉയരുന്ന പരാതി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഹലാൽ സ്വർണം വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഈ ചട്ടക്കൂട്ടിൽ വേണം എന്ന് വിശ്വസിക്കുന്ന, അടിച്ചേൽപ്പിക്കുന്ന, എല്ലാം മതപരമായി പോകണമെന്ന് കുറേയേറെ ആളുകളെ വിശ്വസിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ കുറേ നമ്മുടെ ആളുകൾ ഹലാൽ സ്വർണ്ണമാണ്, അത് പണിക്കൂലി ഇല്ലാതെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഈ ചതിയിൽ നല്ല ശതമാനം മുസ്ലിമുകൾ പെട്ടിട്ടുണ്ട്.
വിവാഹ ആവശ്യത്തിന് അടക്കം സ്വർണം നൽകുന്നതിനും വൻതോതിൽ ഡിപ്പോസിറ്റ് വാങ്ങിച്ചിരുന്ന അൽ മുക്താദിർ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കിട്ടാത്തതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഉയരുന്നത്. തൊഴിലാളികളെ ഉപയോഗിച്ച് നടത്തിയ വൻ ഡെപ്പോസിറ്റ് ശേഖരണത്തെ തുടർന്ന് ജീവനക്കാരും ഇപ്പോൾ ഉടമയ്ക്കെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ്. അതായത് സ്വർണം ഡെപ്പോസിറ്റ് മേടിക്കുക, അവസാനം ഡെപ്പോസിറ്റ് തുക എത്തുമ്പോൾ സ്വർണം തരുമെന്ന് പറഞ്ഞ് ജീവനക്കാരെ കബളിപ്പിക്കുക, ജീവനക്കാരെ വിട്ട് കളക്ട് ചെയ്യിക്കും പൊതുജനങ്ങളിൽ നിന്ന്, എന്നിട്ട് അവരെ കബളിപ്പിക്കുന്നു അല്ലേ. എന്നിട്ട് അവർക്ക് സ്വർണം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവനക്കാർ പ്രതിസന്ധിയിലായി എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്. കാരണം മേടിച്ച സിനുവിനോട്, ഞാനൊരു ജീവനക്കാരനാണെങ്കിൽ സിനു എന്നോടല്ലേ ചോദിക്കുള്ളൂ, നിങ്ങൾ വന്നല്ലേ എൻ്റെ ഇത് മേടിച്ച്, എൻ്റെ സ്വർണം എന്താ, അല്ല കാശ് താന്ന് പറയും. അപ്പോൾ ജീവനക്കാർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നു എന്നാണ് ഭാസ്കരൻ നായർ അജയൻ്റെ കുറിപ്പ് പറയുന്നത്. പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാരാണ് തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപമായി നൽകിയിട്ടുള്ളത്. എന്നാൽ പലതും കണക്കില്ലാത്ത പണമായതിനാൽ എങ്ങനെയെങ്കിലും ഉടമയിൽ നിന്ന് പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. മലയാളി എന്ത് ആട്, തേക്ക്, മാഞ്ചിയം എത്ര കാശ് പോയാലും അല്ലേ, എന്തെല്ലാം എന്താ പോപ്പുലർ ഫിനാൻസ്, തൃശ്ശൂർ ഹൈ റേഞ്ചോ എന്തോ ഉണ്ടല്ലോ തൃശ്ശൂരിൻ്റെ സ്ഥാപനം, ഇവരൊക്കെ തട്ടിച്ചുകൊണ്ട് പോയി. ഒന്നും പഠിക്കൂല, ആർക്കും സങ്കടമില്ല. എന്നറിയോ, സങ്കടമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. കണക്കിപ്പെടാത്ത പൈസയാണ്, അതുകൊണ്ട് പുറത്ത് പോയി ഇത് പറയാൻ പറ്റില്ല. വന്ന സോഴ്സ് കാണിക്കണം. അങ്ങനത്തെ പൈസ ഇതിനകത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് രമ്യമായി ഉള്ളത് തന്നേര്, 1 കോടി ഇട്ടെങ്കിൽ 25 ഉള്ളെങ്കിൽ അതെങ്കിലും താ എന്ന് ആ അവസ്ഥയിൽ പോകണം. ഇത് പരാതിപ്പെടാൻ വയ്യല്ലോ. അതെ. പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായി എത്തിയവർ 2000 കോടിയുമായി മുങ്ങിയതായുള്ള സൂചന പങ്കുവയ്ക്കുന്നത് നമ്മളല്ല. സ്വർണ്ണ വ്യാപാര മേഖലയിലെ വ്യാപാരികളുടെ അസോസിയേഷനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ AKGSMA ആണ്. 2000 കോടി രൂപയോളം ഇവർ തട്ടിച്ചെടുത്തു എന്ന് ആര് പറയുന്നു? AKGSMA ആണ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ തട്ടിപ്പു തിരിച്ചറിഞ്ഞ് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജ്വല്ലറിക്കെതിരെ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന രംഗത്ത് വന്നിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ? അതെ. എന്നാൽ മാധ്യമങ്ങളിൽ വൻ പരസ്യം നൽകിയും തട്ടിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി ചില പുരോഹിതന്മാരെ, ആരുടെയൊക്കെ പടം വന്നിട്ടുണ്ട്, താടിയുള്ള കുറേ അപ്പൂപ്പന്മാരുടെ പടം കാണിച്ചിട്ടുണ്ടായിരുന്നു, ആരുടെയൊക്കെയാണെന്ന് ഞാൻ പേര് പറയുന്നില്ല, ഒപ്പം കൂട്ടിയും മതവികാരം ദുരുപയോഗം ചെയ്താണ് വൻതോതിൽ നിക്ഷേപം നേടിയെടുത്തതെന്ന് AKGSMAയുടെ സംസ്ഥാന ട്രഷററായ അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ പറയുന്നു. കുഴപ്പമില്ലല്ലോ. ഇല്ല. ഉപഭോക്താക്കൾ ഇവരുടെ വലയിൽ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും, എന്നാൽ അസോസിയേഷൻ പറഞ്ഞതിനെ മുഖവിലക്കെടുക്കാതെ കൂടുതൽ ആളുകൾ പരസ്യത്തിലടക്കം വീണ് തട്ടിപ്പിന് ഇരയാവുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ഇപ്പോൾ മലയാളത്തിൽ ചില പത്രങ്ങളുടെ ക്ലാസിഫൈഡ് പേജ് എടുക്കുക, അവിടെ ഒരു ചെറിയ കുറിപ്പ് പത്രത്തിൻ്റെ വകയായിട്ടുണ്ട്. ഇതിൽ കാണുന്ന പരസ്യങ്ങൾ പ്രകാരം ഇടപാട് നടത്തും മുമ്പ് നിജസ്ഥിതി ഉറപ്പാക്കേണ്ടതാണ്. മനോരമയിൽ വരെയുണ്ട്. ഞങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വം ക്ലാസിഫൈഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലാസിഫൈഡ് കൂടി പോയി 200 രൂപയുടെ ഒരു ഭാഗ്യയന്ത്രം കിട്ടും. ഇത്തരം സാധനങ്ങളൊക്കെ വരുന്നത്. പക്ഷേ കോടിക്കണക്കിന് രൂപ മുടക്കി ജാക്കറ്റ് പരസ്യം അടിക്കുന്ന ആ കാശ് മേടിച്ച് പെട്ടിയിലിട്ട എത്ര പരസ്യങ്ങൾ, അതിൻ്റെ താഴെ ഒരു സ്റ്റാർ ഇട്ട് ഈ സ്ഥാപനം മൂലം എന്തെങ്കിലും തട്ടിപ്പിനിരയായാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ജ്വല്ലറിക്കാരൻ ഈ AKGSMAയുടെ സംസ്ഥാന ട്രഷറർ അബ്ദുൽ നാസർ പറയുന്നത് പോലെ 2000 കോടി എടുത്ത് രൂപ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ സംഘടന നിരന്തരം ഇത് തട്ടിപ്പാണെന്ന് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന പറഞ്ഞിട്ടും ജനം പോയി വിശ്വാസത്തോടെ ഇവരുടെ അടുത്ത് ചെല്ലാൻ കാരണം എന്താണ്? പരസ്യങ്ങളാണ്. അപ്പോൾ ഈ പരസ്യം പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണ്, കൊള്ള മുതലിൻ്റെ പങ്ക് കൈപ്പറ്റിയവരാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ ഉണ്ടല്ലോ, ഇവർ പറയുന്ന പല വാർത്തകളും ഈ മാധ്യമങ്ങൾ മുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അൽ മുക്താദിർ എന്ന് പറയുന്ന ജ്വല്ലറിക്കാരൻ ഇവരൊക്കെ പറയുന്നത് പോലെ, നമ്മൾ പറയുന്ന പോലെയല്ല, ഇവരൊക്കെ പറയുന്നത് പോലെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പിൻ്റെ പങ്കാർക്ക് കിട്ടിയിട്ടുണ്ട്, ഈ പത്ര മുതലാളിമാർക്ക് കിട്ടിയിട്ടുണ്ട്. കോടികളുടെ വരുമാനം. അപ്പോൾ കള്ളന് കഞ്ഞി വെച്ചവരാണ് ഇവരുടെ
പരസ്യങ്ങൾ കോടികൾ വാങ്ങി പ്രസിദ്ധീകരിച്ചവരെന്ന് ജനം പറഞ്ഞാൽ നമ്മളെ കുറ്റം പറയല്ല, നമ്മളല്ല. 0% പണിക്കൂലിയിൽ സ്വർണം വിൽക്കുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നതിനെ അസോസിയേഷൻ എതിർക്കുകയും ഇയാൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് പരസ്യം കണ്ട് നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഷോറൂമുകളിലെത്തുമ്പോൾ വൻ തുക ഡെപ്പോസിറ്റായി നൽകിയിരുന്നു. 3, 6, 1 വർഷം എന്നിങ്ങനെ കാലയളവിൽ സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ചത്. അത്തരത്തിൽ സ്വർണം നൽകിയവർ ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുമ്പോൾ അവർക്ക് സ്വർണം നൽകുന്നില്ലെന്ന് മാത്രമല്ല, വലിയ സംഘർഷമാണ് അൽ മുക്താദിറിൻ്റെ ഓരോ ഷോറൂമുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3, 6, 1 വർഷമൊക്കെ ഡെപ്പോസിറ്റ് അടച്ച് അത് കഴിയുമ്പോൾ സ്വർണം മേടിക്കാൻ ചിലപ്പോൾ കാശും ഇല്ല, സ്വർണവും ഇല്ല. സ്വർണത്തിൻ്റെ ഒരു മാലയുടെ മറ്റേ നെക്ലസിൻ്റെയൊക്കെ പടം കൊടുത്തു വിടും, അത് മാത്രമേ ഉള്ളൂ. പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ രാത്രി വെളുക്കുവോളം അവിടെ കുത്തിയിരുന്നതോടെ മറ്റു ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ. തീർന്നില്ല, കേരളത്തിലെ പല ജില്ലകളിലും ഷോറൂമുകൾ തുടങ്ങി നിരവധി ആൾക്കാരെയാണ് തട്ടിപ്പിന് ഇരയാക്കിയിട്ടുള്ളത്. ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കുകയും, ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം, അംബാനെ ശ്രദ്ധിക്കുന്ന പറയുന്നവരാണ്, ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കുകയും അതേ ഷോറൂമിന് 3, 4 പേരുകൾ നൽകുകയും ചെയ്താണ് തട്ടിപ്പ് വിപുലീകരിച്ചത്. ഒരു കട തുടങ്ങും, ഒരു പേരിട്ട് ഉദ്ഘാടിക്കും, ആ കടയ്ക്ക് തന്നെ വേറൊരു പേരിടും, ഉദ്ഘാടിക്കും, തന്നെ 2-3 പേരൊക്കെ നമ്മൾ കാണും, 2-3 പേരൊക്കെ കാണും, 2-3 പരസ്യവും ചെയ്യും. അത് കാണുന്നവരാണ് ഇവർ ആഴ്ച വലിയ സംഭവമാണ് കേട്ടോ. കേരളം മുഴുവൻ എത്ര കടയായി, ഒരു കടയ്ക്ക് തന്നെ 3-4 പേരിട്ട് 3-4 ഉദ്ഘാടനവും 3-4 പരസ്യവും നടത്തി. കൂടുതൽ പേരുകൾ നൽകുക വഴി കൂടുതൽ ഷോറൂം ഇയാൾക്കുണ്ടെന്ന് പരസ്യം ചെയ്ത് തട്ടിപ്പിന് ആക്കം കൂട്ടുന്നുവെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു. ഒരു ഷോറൂമിൽ പോലും ഉപഭോക്താക്കളെ വേണ്ട രീതിയിൽ സ്വീകരിക്കുവാനോ സ്വർണം നൽകുവാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലെന്നും സ്വർണ്ണ വ്യാപാരവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത കുറേ ആൾക്കാരെ, ശ്രദ്ധിക്കണം, സ്വർണ്ണ വ്യാപാരവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത കുറേ ആൾക്കാരെ ഷോറൂമുകളിൽ കുത്തി നിറച്ച് കൃത്രിമ തിരക്കുണ്ടാക്കും. ആര് വന്ന് നോക്കിയാലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇടപ്പുള്ള ഒരു ഷോറൂം ഉണ്ട്, നമ്മൾ പോയി കഴിഞ്ഞാൽ എപ്പോഴും അവിടെ നിന്ന് തിരക്ക്. അപ്പോൾ നമ്മൾ ഇത്രയധികം സ്വർണം മേടിക്കാൻ പണ്ട് നമ്മുടെ അൻവറിൻ്റെ ജാഥയ്ക്ക് വന്ന സ്ത്രീകൾ പറഞ്ഞു കേട്ടില്ല, 500 രൂപ എന്ന് പിന്നെ ഭക്ഷണം കിട്ടുന്നത്. ആൾക്കാരെ ഷോറൂമുകളിൽ കുത്തി നിറച്ച് കൃത്രിമ തിരക്കുണ്ടാക്കുകയും അവരെ ഉപയോഗിച്ച് വീടാന്തരം കയറി ഇറങ്ങി ചില പുരോഹിതരെ കൊണ്ട് അവരെ സ്വാധീനിച്ച്, ഇപ്പോൾ പത്രങ്ങൾ മാത്രമല്ല, പുരോഹിതരെ കൊണ്ട് അവരെ സ്വാധീനിച്ച് വൻതോതിൽ ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്ന ആരോപണവും ശക്തമാണ്. ഷോറൂമുകളിലെ ജീവനക്കാരെയും തട്ടിപ്പിനിരയാക്കാനുള്ള ശ്രമം അൽ മുക്താദിർ ഉടമ നടത്തിയത് തിരിച്ചറിഞ്ഞ് ജീവനക്കാർ തങ്ങളെ ഓരോ ഷോറൂമുകളിൽ നിന്നും മറ്റു പല ഷോറൂമുകളിലേക്കും മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് സ്വമേധയാ തടഞ്ഞിരിക്കുകയാണ്. ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കിയ ഷോറൂം ജീവനക്കാർ ഇപ്പോൾ യൂണിയൻ രൂപീകരിച്ച് സ്വന്തം നില രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഓരോ ജീവനക്കാരും ലക്ഷങ്ങളും കോടികളുമാണ് ഡെപ്പോസിറ്റായി പലരിൽ നിന്നും വാങ്ങി അൽ മുക്താദിറിന് നൽകിയിട്ടുള്ളത്. ഇത് തിരികെ നൽകിയെങ്കിൽ മാത്രമേ ഷോറൂം മാറ്റം അംഗീകരിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ജീവനക്കാർ. അത് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഈ തൊഴിലാളി നാട്ടുകാരൻ്റെ നിന്ന് വാങ്ങിയ കാശിന് ഈ ഒരു ബന്ധം നാട്ടുകാർ നോക്കുകയല്ല, അവർ ചിലപ്പോൾ എടുത്തിട്ട് പഞ്ഞിക്കിടും. അല്ലേ? ആ ഒരു അവസ്ഥ ഈ ജീവനക്കാരനുണ്ട്. കാരണം ജീവനക്കാരന് ആളുകളെ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ പിടിച്ചായിരിക്കും ചേർത്തിരിക്കുന്നത്. എല്ലാ തട്ടിപ്പ് കമ്പനികളിലും ഇങ്ങനെ ബലിയാടുകളായി മാറുന്നത് ജീവനക്കാരാണ്. ഒരാൾക്കും ഡിപ്പോസിറ്റ് തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് തട്ടിപ്പുകാരൻ ജ്വല്ലറി ഉടമ എന്നാണ് പുറത്തു വരുന്ന വിവരം. ജനങ്ങളെ തട്ടിപ്പിനിരയാക്കി വൻതോതിൽ സ്വീകരിച്ച നിക്ഷേപ തുകയിൽ നല്ലൊരു ശതമാനം വലിയ തോതിൽ പരസ്യം നൽകാൻ ഉപയോഗിക്കുകയും ഏറിയ പങ്കും മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുകയുമാണ് ചെയ്തതെന്നാണ് സൂചന. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഉള്ള കുറേയൊക്കെ നാട്ടിൽ നിന്ന് കടത്തി ബാക്കിയുള്ളത് മാധ്യമങ്ങൾക്കും കൊടുത്തു. കേരളത്തിലെ ഷോറൂമുകളിലെങ്ങും 1/2 കിലോ സ്വർണം പോലുമില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.
കേരളത്തിലെ ഈ ചെങ്ങായിയുടെ ഷോറൂമിൽ നിന്ന് 1/2 കിലോ സ്വർണം പോലും എടുക്കാനില്ല. കഴിഞ്ഞ കുറേ നാളുകളായി പത്രം കണ്ട മുൻപേജ് പരസ്യങ്ങൾ കാണാനുമില്ല. അൽ മുക്താദിർ ഗ്രൂപ്പിൻ്റെ തട്ടിപ്പിന് കേരളത്തിൽ അവസാനം കുറിക്കുകയാണെന്ന് കരുതുന്നുവെന്നും ഇയാൾ മുങ്ങുന്നതിന് മുമ്പ് ഡിപ്പോസിറ്റ് ചെയ്ത പണം എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ ശ്രമിക്കണമെന്ന് ജനങ്ങളുടെ സ്വർണ്ണ വ്യാപാരികളുടെ അസോസിയേഷൻ പറയുന്നു. നമ്മളല്ല പറയുന്നത്, നേരെ പറഞ്ഞ് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയാണ് പറയുന്നത്. ഇവൻ മുങ്ങും, അതിനു മുമ്പ് കുത്തിന് പിടിച്ച് ഉള്ള ചക്രം വാങ്ങിച്ചോ എന്ന് പറയുന്നത്. ഇനിയും പല തട്ടിപ്പുകാർ വന്നാലും അപ്പോഴും അസോസിയേഷൻ്റെ നിലപാട് ഇത് തന്നെയായിരിക്കുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അറിയിച്ചു എന്ന തരത്തിലാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. അപ്പോൾ ഭാസ്കരൻ നായർ അജയൻ കോട്ട് ചെയ്തിരിക്കുന്നത്, അവലംബിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസറിൻ്റെ പത്രക്കുറിപ്പാണ്. ആ പത്രക്കുറിപ്പാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്രക്കുറിപ്പ് പോസ്റ്റ് ചെയ്ത പോസ്റ്റാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും പണി കിട്ടിയോ? ഉണ്ടെങ്കിൽ എത്രയും വേഗം ചെന്നോളുക. ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാം. അപ്പോൾ ഹലാൽ സ്വർണം ഇപ്പോൾ ഹറാം സ്വർണ്ണമാവുകയാണ്. പണി കിട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.